5 പേര് അങ്ങനെ 5 പേരെ ഒരു വീട്ടിൽ മരിച്ചിരിക്കുന്ന സെയിം രോഗമാണ്. ഇപ്പം 2 പേര് കിടപ്പുണ്ട് മരിക്കാൻ. വേറെ ഈ സുനിൻ്റെ വീട്ടിൽ 2 പേര് ഇത് കിടപ്പുണ്ട്, വേറെ കിടപ്പുണ്ട്. ഇയാളെ 3ാമത്തെ ആളാണ് ആ കുടുംബത്തിൽ ഇപ്പം കിടക്കണത്. ഇയാളെ എഴുന്നേറ്റിട്ട് പിന്നെയും കിടക്കുകയും. ഇത് ഒരുമാതിരി സംഭവമല്ല ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമായ ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യം ഇവർക്ക് അനുഭവം കിട്ടിയല്ല. എന്താ കാര്യം? പണ്ടിതുപോലെ കിടന്നു പോയിട്ട് കൃപാസന അമ്മ രക്ഷപ്പെടുത്തിയതല്ലേ. പക്ഷേ ഇവരെന്ത് ചെയ്ത്? സാക്ഷ്യം പറഞ്ഞില്ല. അത് കാരണം സംഭവം തിരിച്ചു വന്നു. അപ്പോൾ ബീനയ്ക്ക് കാര്യം മനസ്സിലായി. ബീന വന്നിട്ട് വീണ്ടും ഉടമ്പടി എടുത്തിട്ട് കൊണ്ടുപോയി ഭർത്താവ് കിടപ്പാണല്ലോ, ഭർത്താവിൻ്റെ കാലിൽ വെള്ളയിൽ നിറകയിലും ഒക്കെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ബീന നോക്കി നിൽക്കുമ്പോൾ ഭർത്താവിൻ്റെ മുറിയിൽ നിന്ന് ഒരു നീല വെളിച്ചം ഇങ്ങനെ ഉരുണ്ട് വന്ന് ഫ്രണ്ടിലെ വാതിലെ കൂടി പുറത്തേക്ക് പോണ്. അപ്പോൾ ഇവൾ പൊളിച്ച് ഇതെന്ത് പരിപാടിയെന്ന്. ഇവൾ ഓടി മുറിയിലോട്ട് വന്നപ്പോൾ ഉണ്ട് ഭർത്താവ് നടന്നു തന്നെ. അപ്പം ഈ സുനില് പറഞ്ഞ എടീ ഇപ്പോൾ ഒരു സംഭവം നടന്നെടീ, മാതാവ്, ഞാനിങ്ങനെ ഒരു അരമയക്കത്തിലായിരുന്നു. അപ്പം മാതാവ് വന്നിട്ട് എൻ്റെ 2 വെള്ളയും കൂടി കൂട്ടി വെച്ചിട്ട് കാലയിൽ ഒറ്റ അടി വെച്ച് തന്നു. എന്നിട്ട് അമ്മ പോയെന്ന് പറഞ്ഞു. അതോടുകൂടി എൻ്റെ അസുഖം മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ സുനിലിന് മനസ്സിലായി ഭാര്യയും ഭർത്താവും കൂടി വന്ന് മെനയെന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കണം, അല്ലെ കടക്കാരാകും. പക്ഷേ ദൈവം ക്ഷമിക്കുമെന്ന് ഉറപ്പായില്ലേ ഇപ്പം, അല്ലേ? നമ്മളാരും നശിച്ച് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സത്യമാർഗം സ്വീകരിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളാരും നശിച്ചരുതെന്നും, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ആരും നശിച്ചു പോകരുതെന്നും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന ആരാധന. മഹത്വം മഹത്വം യേശുവിനെ, മഹത്വം മഹത്വം യേശുവിനെ. ഞങ്ങൾക്കുള്ള കർത്താവേ, മഹത്വം യേശുവിനെ. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞങ്ങൾക്കുള്ള കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. 2 പത്രോസ് 3:9. 2 പത്രോസ് 3:9